ക്രിസ്തുദർശനം എന്ന പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ ജീവിതത്തെ ആസ്പദമാക്കി ടെയ്ലർ കാഡ്വെൽ എഴുതിയ ദ ഡിയർ ആൻഡ് ഗ്ലോറിയസ് ഫിസിഷ്യൻ എന്ന നോവലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നായകനായ ലൂക്കാനസ് അലക്സാൻഡ്രിയയിലെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യ അഭ്യസിക്കുന്ന ഭാഗമാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമഘട്ടത്തിൽ വളരെ വിചിത്രങ്ങളായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടായി. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ജോസഫ് പറഞ്ഞൊരു കഥയാണ്. ജോസഫ് അടുത്തൊരു കാലത്ത് ജെറുസലേം ദേവാലയത്തിൽ പോയി. അവിടെ വെച്ച് ഗുരുവായ ജോസഫിനൊരു അനുഭവം ഉണ്ടായി. അവിടെ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ദേവാലയത്തിനുള്ളിൽ ഒരു 10-12 വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ കടന്നു വന്നു. വളരെ രാജകീയമായ മുഖഭാവമുള്ള ഒരു കുട്ടി കടന്നു വരികയും അവിടെ ഇരുന്ന പണ്ഡിതന്മാരുമായിട്ട് വേദകാര്യങ്ങളിൽ തർക്കിക്കുകയും ചെയ്തു. പെട്ടെന്ന് അവൻ്റെ മാതാപിതാക്കൾ അവിടെ കടന്നു വന്നു. കർഷകരെ പോലെ തോന്നിക്കുന്ന 2 സാധു മനുഷ്യർ അവനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ ആ ബാലൻ്റെ അത്ഭുതകരമായ ബുദ്ധിശക്തി ജോസഫിനെ വളരെ വിസ്മയസ്തബ്ധനാക്കി. ഈ കഥ കേട്ടുകൊണ്ടിരുന്ന ലൂക്കാനസ് ചോദിച്ചു, ആരായിരുന്നു ആ കുട്ടി? അപ്പോൾ ജോസഫ് പറഞ്ഞു, അത് നീ കണ്ടെത്തണം. ഇങ്ങനെ യേശുവിനെ സംബന്ധിച്ച് പലരിൽ നിന്നും പല ഭാഗത്തു നിന്നുമുള്ള ഭാഗികമായ അറിവുകൾ ലഭിക്കുന്നുണ്ട് ലൂക്കാനസിന്. ആദ്യമൊക്കെ ഇതിൻ്റെ ദിശ എന്താണെന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. മറ്റൊരു അനുഭവം, അലക്സാൻഡ്രിയയിലെ തെരുവീഥികളിലൂടെ ഒരു ദിവസം രാത്രി നടന്നു പോവുകയായിരുന്നു ലൂക്കാനസ്. വളരെ അപകടം പിടിച്ചതാണ് അവിടുത്തെ തെരുവീഥികൾ. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ദിക്കറിയാതെ അദ്ദേഹം കുറച്ചൊന്ന് പരിഭ്രമിച്ചു. പെട്ടെന്ന് 2 പേർ ഓടി വരുന്നത് അദ്ദേഹം കണ്ടു. പുറകെ ഒരു ജനക്കൂട്ടവുമുണ്ട്. ഈ ഓടി വരുന്നവരെന്തായാലും ലൂക്കാനസ് രക്ഷിക്കുകയും പെട്ടെന്ന് അവിടെയുള്ള ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കാൻ സഹായിക്കുകയും ചെയ്തു. പിന്നാലെ വന്ന പട്ടാളക്കാരും ജനക്കൂട്ടവും അടങ്ങുന്നൊരു സംഘം ഇങ്ങനെ 2 പേർ ഓടിപ്പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു അദ്ദേഹം. അപ്പോൾ അതിലൊരാൾ കുഷ്ഠരോഗിയാണ്. അന്നത്തെ രീതി അനുസരിച്ച് കുഷ്ഠരോഗികളെ സമുദായ ഭ്രഷ്ടരാക്കും. അവരെ മരുഭൂമികളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും കൊണ്ട് ഉപേക്ഷിക്കും. അവർ തിരിച്ചു വരാൻ പാടില്ല. തിരിച്ചു വന്നാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഷ്ഠരോഗി ആരും അറിയാതെ രാത്രിയിൽ അയാളുടെ വീട്ടിലെത്തി. ഭാര്യയെ കാണുക എന്നുള്ളതാണ് അയാളുടെ ആഗ്രഹം. ഇത് അയൽക്കാരെ കണ്ടെത്തുകയും ആ കുഷ്ഠരോഗിയെയും ഭാര്യയെയും കൂടി ഓടിച്ചുകൊണ്ട് വരികയുമാണ്. ലൂക്കാനസ് പറഞ്ഞു, എനിക്കറിയില്ല. വന്ന സംഘം മടങ്ങിപ്പോയി. ലൂക്കാനസ് ആ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ കണ്ടു. അദ്ദേഹം വൈദ്യനായതുകൊണ്ട് എപ്പോഴും മരുന്ന് കൊണ്ടു നടക്കാറുണ്ടല്ലോ. അപ്പോൾ തന്നെ ചില മരുന്ന് പിഴിഞ്ഞ് കഴിക്കാൻ പറഞ്ഞു കുഷ്ഠരോഗിയോട്. ആ കുഷ്ഠരോഗി ആ മരുന്ന് കഴിച്ചു. ലൂക്കാനസ് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. പക്ഷേ അത്ഭുതകരമായി അവിടെ വെച്ച് തന്നെ ആ രോഗം മാറുന്നതാണ് നാം കാണുന്നത്. അത് ലൂക്കാനസ് അറിഞ്ഞിട്ടില്ല. തൻ്റെ ചികിത്സ കൊണ്ട് ഇങ്ങനെ ഒരു അത്ഭുതം നടന്നുവെന്ന് ലൂക്കാനസ് അറിഞ്ഞിട്ടില്ല. ഇതാണ് ഒരു സംഭവം. ഇങ്ങനെ ഇരിക്കെ ലൂക്കാനസിന് ടൈബീരിയസ് സീസറാണെന്ന് റോം ഭരിക്കുന്നു. അവിടുത്തെ റോമിലെ പ്രധാന ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ട് നിയമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിയാറായി. ഒരു ഉത്തരവെന്ന് പറയാം, അങ്ങനെയുള്ള ഒരു കൽപ്പന കിട്ടി. പക്ഷേ ലൂക്കാനസ് ആ കൽപ്പന നിരസിച്ചു, അല്ലെങ്കിൽ ആ നിയമനം നിരസിച്ചു. കാരണം താൻ റോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. റോമിൽ തൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട്, വൈദ്യന്മാരുണ്ട്. ഞാൻ ചികിത്സിക്കാൻ ആരുമില്ലാത്ത പാവങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ലൂക്കാനസ് മറുപടി അയച്ചു. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം റോമിലേക്ക്, തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കപ്പലിൽ. ഈ കപ്പലിൽ പോകുമ്പോൾ നേരത്തെ നാം കണ്ട സാറ അദ്ദേഹത്തെ യാത്ര അയക്കാനായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി. രാത്രിയിൽ എന്തോ ബഹളം കേട്ട് നോക്കുമ്പോൾ കുറച്ച് പേർ ഒരു ശവശരീരം കൊണ്ടുവന്ന് കടലിലേക്ക് തള്ളുന്നതാണ് കണ്ടത്. പിന്നീടാണ് അതിൻ്റെ കാരണം അന്വേഷിച്ചത്. എന്നുവെച്ചാൽ ഈ കപ്പലിലെ തണ്ടു വലിക്കുന്നതൊക്കെ അടിമകളാണ്. താഴത്തെ തട്ടിൽ അടിമകളെ അവിടെ ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുകയാണ്. അവർക്ക് പ്ലേഗ് പിടിച്ചിരിക്കുന്നു. മരിച്ചവരെ കടലിൽ തട്ടുക എന്നാണ് അന്നത്തെ പരിപാടി. യാതൊരു ചികിത്സയും ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ അടിമകളെ ചികിത്സിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം അവർക്കാർക്കുമില്ല. ഈ കാര്യം പറഞ്ഞ് കപ്പലിലെ ക്യാപ്റ്റനുമായിട്ട് ലൂക്കാനസ് വാഗ്വാദത്തിലേർപ്പെട്ടു. അവരെ ചികിത്സിക്കണമെന്ന് പറഞ്ഞപ്പോൾ അടിമകളെ ആര് ചികിത്സിക്കും? അവർ മൃഗങ്ങളാണ്. ലൂക്കാനസ് പറഞ്ഞാൽ അതല്ല, അവർ മനുഷ്യരാണ്, ചികിത്സിക്കണം. ഞാൻ ചികിത്സിക്കും, ബലമായിട്ട് ചികിത്സിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അധികാരം പ്രയോഗിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ സീസറുടെ അല്ല ആരുടെ ആളായാലും ശരി, നിങ്ങളെ എനിക്ക് നിയമപരമായി നടപടിയെടുക്കേണ്ടി വരും. കാരണം ഈ കപ്പലിലെ അധികാരി ഞാനാണ് എന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. തൽക്കാലം ലൂക്കാനസ് അടങ്ങിയെങ്കിലും രാത്രിയിൽ 1-2 പട്ടാളക്കാരുടെ സഹായത്തോടുകൂടി ഈ അടിമകളെ പൂട്ടിയിട്ടിരിക്കുന്ന ആ സെല്ലർ തുറന്ന് കപ്പലിൻ്റെ താഴെ തട്ടിലെത്തുകയും അവർക്കെല്ലാം ലൂക്കാനസ് മരുന്ന് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും ചെയ്തു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ലൂക്കാനസിനെ വിളിപ്പിച്ചു. അപ്പോൾ താൻ പിടിക്കപ്പെട്ടു എന്ന് ലൂക്കാനസ് വിചാരിച്ചു. ചെന്നപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങൾ എവിടുത്തെ ഡോക്ടറാണ്? നിങ്ങളുടെ നിഗമനം തെറ്റി. അത് പ്ലേഗ് ആയിരുന്നില്ല. കാരണം അവരുടെയൊക്കെ അസുഖം മാറി. എല്ലാ രോഗികളുടെയും അസുഖം മാറിയിരിക്കുന്നു. ഇത് കേട്ട് ലൂക്കാനസിന് വളരെയധികം അത്ഭുതവും സന്തോഷവും ഉണ്ടായി. തൻ്റെ ഉദ്ദേശം പക്ഷേ മാറുകയില്ല എന്ന്. ഈ പ്ലേഗ് വളരെ കൂടിക്കഴിഞ്ഞാൽ എത്ര മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. പിന്നെ ഒരു സമാധാനം, വേദന കുറയട്ടെ എന്നും കരുതി അദ്ദേഹം കുറേ മരുന്ന് കൊടുത്താണ്. പക്ഷേ അത്ഭുതകരമായി എല്ലാവരും സുഖം പ്രാപിച്ചു എന്നുള്ള ആ ഒരു വിവരം ലൂക്കാനസിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം റോമിലെത്തി. ഇപ്പോൾ ആളുകൾ പറഞ്ഞു, ചക്രവർത്തിയുടെ കൽപ്പന നിരസിക്കുന്നത് ശരിയല്ല, നീ നേരിട്ട് അദ്ദേഹത്തെ കാണണം. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ലൂക്കാനസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് റോമിൽ ചില സംഭവങ്ങളുണ്ടായി. ട്രിബ്യൂൺ, അതായത് ലൂക്കാനസിൻ്റെ വളർത്തു പിതാവായ ഡിയോഡറസ്, അദ്ദേഹം ട്രിബ്യൂണാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവായ കാർവീലിയസിനെ നമ്മൾ നേരത്തെ കണ്ടു, സെനറ്ററാണ്. ഈ കാർവീലിയസിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമോ ശുപാർശ പ്രകാരമോ സെനറ്റിൽ പ്രസംഗിക്കാനുള്ളൊരവസരം അത് 1-2 തവണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത്തവണയും അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ സെനറ്റിൽ ഡിയോഡറസ് പ്രസംഗിക്കാൻ ചെന്നു. വളരെ കർക്കശക്കാരനും അതേസമയം വളരെയധികം നീതിനിഷ്ഠയുള്ളവനുമായ ഒരു ഉദ്യോഗസ്ഥനാണ് ഡിയോഡറസ് എന്ന് നമുക്കറിയാം. ഡിയോഡറസ് അന്ന് സംസാരിച്ചു തുടങ്ങി തന്നെ, ഐ കെയിം നോട്ട് ടു ഓണർ റോം ബട്ട് ടു ബറി ഹർ. റോമിനെ ബഹുമാനിക്കാനല്ല, അവളുടെ ശവസംസ്കാരത്തിനാണ് ഞാൻ വന്നത്. ഈ തുടക്കം ആളുകളെ ഞെട്ടിച്ചു. കാരണം അത് മാർക്ക് ആൻ്റണിയുടെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാർക്ക് ആൻ്റണി നടത്തിയ ജൂലിയസ് സീസറിൻ്റെ ചരമപ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഐ കെയിം ടു ബറി റോം. റോമിനെ ശവമടക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തുടർന്ന് റോമിലെ കൊള്ളരുതായ്മ, അഴിമതിയെപ്പറ്റി, ടൈബീരിയസ് സീസറിൻ്റെ സ്വജനപക്ഷപാതത്തെപ്പറ്റിയും അഴിമതിയെപ്പറ്റിയുമൊക്കെ ഒരു മഹാപ്രവാഹമായിരുന്നു അവിടെ നടത്തിയത്. മാത്രമല്ല, ഇതുപോലെ സത്യം പറഞ്ഞതിന്, ഈ സെനറ്റിൽ ഇതുപോലെ സത്യം പറഞ്ഞതിന് മുമ്പൊരു സെനറ്ററെ നിങ്ങൾ വധിച്ചു. ഈ കാര്യമെല്ലാം ഡിയോഡറസ് അവിടെ ഉറക്കെ പ്രഖ്യാപിച്ചു. ഇത് കേട്ട് കാർവീലിയസ്, ഇയാളെ ക്ഷണിച്ചുകൊണ്ട് വന്ന ആളാണ് കാർവീലിയസ്. ഇത് ഈ ട്രിബ്യൂണിനെ പ്രീതിപ്പെടുത്തി, ട്രിബ്യൂണിൻ്റെ പ്രസംഗം കൊണ്ട് ചക്രവർത്തിക്ക് സന്തോഷമുണ്ടായാൽ തനിക്ക് ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതി കൊണ്ടുവന്നതാണ് ഇയാളെ സെനറ്റ് പ്രസംഗിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചക്രവർത്തി സെനറ്റിലില്ല, എന്നാൽ പോലും ചാരന്മാർ മുഖേന അദ്ദേഹം അപ്പോൾ തന്നെ കാര്യം അറിയുമെന്ന് കാർവീലിയസിന് അറിയാം. ഇപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ വലിയൊരു അനുഭവമാണ്. കാർവീലിയസ് നേരെ ഇറങ്ങി ഓടി ചക്രവർത്തിയുടെ അടുത്തെത്തി പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി തിരുമേനി, ഇയാൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ കരുതിയതല്ല. ഈ ടൈബീരിയസ് വളരെ രസികനായിട്ടൊരു കഥാപാത്രമാണ് ഇതിൽ. ടൈബീരിയസ് ചക്രവർത്തി
എല്ലാവരെ പറ്റി അയാൾക്ക് നല്ല പരിജ്ഞാനമുണ്ട്. കാർവീലിയസിനോട് പറഞ്ഞു, ഡിയോഡറസ് പറഞ്ഞത് ശരിയാണ്, അയാളൊരു കള്ളനല്ല. ട്രിബ്യൂൺ എന്നുള്ള നിലയിൽ അയാളൊരു കള്ളത്തരവും കാണിച്ചതായിട്ട് എനിക്കറിവില്ല. ഇവിടെ രാജ്യം മുഴുവൻ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞപ്പോഴും അയാൾ സത്യസന്ധനാണ്, ഉത്തരവാദിത്വമുള്ളൊരു ഓഫീസറാണ്. പക്ഷേ റോമിന് സത്യസന്ധരെ ആവശ്യമില്ല, അതുകൊണ്ട് അയാൾ മരിക്കണം. അപ്പോൾ തൻ്റെ തലയിൽ നിന്ന് ഭാരം ഒഴിഞ്ഞുപോയി എന്ന് കാർവീലിയസിന് തോന്നി. കാർവീലിയസിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. ഈ ഡിയോഡറസിൻ്റെ അളവറ്റ സ്വത്ത് തനിക്ക് കിട്ടണം. ഒരു ബന്ധുവാണല്ലോ. മാത്രമല്ല ഡിയോഡറസിൻ്റെ ഭാര്യയും ഒരു നോട്ടമുണ്ട്, ഐറിസ്, സുന്ദരിയായ ഭാര്യ. ഇതൊക്കെ തനിക്ക് കിട്ടുമെന്നാണ് കാർവീലിയസ് വിചാരിച്ചത്. പക്ഷേ ചക്രവർത്തി പറഞ്ഞു, അയാളുടെ സ്വത്തിന് അയാളുടെ ഭാര്യയായിരിക്കും അവകാശി. ചക്രവർത്തി ഉടൻ തന്നെ പ്ലോട്ടിയസ് എന്നു പേരായ സൈനികനെ വിളിച്ച് ചില കൽപ്പനകൾ കൊടുത്തു. അയാൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സെനറ്റിലെ തീപ്പൊരി പ്രസംഗത്തിൻ്റെ സമയത്ത് ഡിയോഡറസ് വാസ്തവത്തിൽ രോഗിയായിരുന്നു. ആ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തിയ അയാൾ പെട്ടെന്ന് കിടപ്പിലായി. സീസറുടെ കൽപ്പനയുമായി പ്ലോട്ടിയസ് അവിടെ എത്തി. ഡിയോഡറസിനെ കണ്ടു. അയാൾ മരണത്തോട് മല്ലടിക്കുകയാണ്. ഇപ്പോൾ പ്ലോട്ടിയസ് സ്വയം പരിചയപ്പെടുത്തി. പ്ലോട്ടിയസിനെ നേരത്തെ അറിയാം ഡിയോഡറസിന്. പ്ലോട്ടിയസിൻ്റെ പിതാവാണ് നേരത്തെ സെനറ്റിൽ സത്യം പറഞ്ഞതിന് വധിക്കപ്പെട്ട സെനറ്റർ. ആ അർത്ഥത്തിൽ പ്ലോട്ടിയസിന് ഡിയോഡറസിനോട് വലിയ ബഹുമാനമുണ്ട്. സീസറുടെ കൽപ്പനയുമായിട്ടാണ് പ്ലോട്ടിയസ് വന്നത്. പക്ഷേ സീസറുടെ കൽപ്പന ഡിയോഡറസിനെ വധിക്കാനായിരുന്നില്ല, മറിച്ച് അഴിമതിക്കാരനായ ഒരു ജനറലിന് പകരം അദ്ദേഹത്തെ നിയമിക്കാനായിരുന്നു. ഡിയോഡറസ് പറഞ്ഞു, എനിക്ക് ആ കൽപ്പന അനുസരിക്കാൻ നിവൃത്തിയില്ല, കാരണം എൻ്റെ കാലം കഴിഞ്ഞു. അധികം വൈകാതെ ഡിയോഡറസ് മരിക്കുകയും ചെയ്തു. ഡിയോഡറസിനെ ആദരിക്കാൻ സീസർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ലൂക്കാനസ് റോമിലെത്തുന്നത്. ഇപ്പോൾ ചക്രവർത്തിയുടെ ഈ കൽപ്പന അല്ലെങ്കിൽ നിയമന ഉത്തരവ് ലൂക്കാനസ് നിഷേധിച്ചു എന്ന വാർത്ത കേട്ട എല്ലാവരും ചക്രവർത്തിയെ പോയി കണ്ട് തൻ്റെ കാര്യം വിശദമാക്കാൻ അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ ലൂക്കാനസിനോട് പറയുകയും അതനുസരിച്ച് ലൂക്കാനോസ് ടൈബീരിയസ് ചക്രവർത്തിയെ കാണാൻ റോമിൽ കൊട്ടാരത്തിലെത്തുകയും ചെയ്തു. വളരെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ചക്രവർത്തിയുടെ ചേംബറിലെത്തി. അപ്പോൾ ചക്രവർത്തിയുടെ മുമ്പിൽ ലൂക്കാനസ് നേരത്തെ അയച്ച കത്തുണ്ട്. ചക്രവർത്തി ലൂക്കാനസിനോട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ധൈര്യപൂർവ്വം ഇരുന്നു. തൻ്റെ മുമ്പിൽ ധൈര്യപൂർവ്വം ഇരിക്കുന്ന ചെറുപ്പക്കാരനെ ചക്രവർത്തിക്ക് ഇഷ്ടമായി. കാരണം എല്ലാവരും പേടിച്ച് വിറച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ചക്രവർത്തിയുടെ ചോദ്യങ്ങൾക്കെല്ലാം ലൂക്കാനസ് വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. മാത്രമല്ല ചക്രവർത്തിയുടെ മുഖഭാവത്തിൽ നിന്ന് അദ്ദേഹം അനുഭവിക്കുന്ന മുഖത്തെ ലക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം അനുഭവിക്കുന്ന രോഗത്തെപ്പറ്റിയും ലൂക്കാനസ് മുഖലക്ഷണം കണ്ട് തന്നെ രോഗം നിർണയിച്ച് അതിൻ്റെ ചികിത്സയും പറഞ്ഞു. ഇപ്പോൾ അങ്ങേ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യന്മാർ ശരിയായ ചികിത്സയല്ല ചെയ്യുന്നത് എന്ന് ലൂക്കാനസ് പറഞ്ഞു. ഇതൊക്കെ ചക്രവർത്തിക്ക് വലിയ മതിപ്പുണ്ടാക്കി. ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം ഉണ്ടാവണം. റോമിലെ ഈ മെഡിക്കൽ ഓഫീസർ എന്നുള്ള പദവി ആരും ആഗ്രഹിക്കുന്ന ഈ പദവി സ്വീകരിക്കണം. ലൂക്കാനസ് പറഞ്ഞു, ഞാൻ അതിൻ്റെ കാരണം നേരത്തെ വെളിപ്പെടുത്തിയതാണ്. ഞാൻ ആരുമില്ലാത്തവരുടെ ചികിത്സകനായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് റോമിൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ ആവശ്യമില്ല. ഇവിടെ ഉള്ളവർക്ക് പണം കൊടുത്താൽ ഏത് ഡോക്ടറെയും കിട്ടും, പക്ഷെ അത് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ ചക്രവർത്തിയുടെ അവസാന നിലയിൽ ഒരു ശ്രമം എന്നുള്ള നിലയിൽ പറഞ്ഞു, ഒരു 6 മാസം നിങ്ങളിവിടെ നിന്നിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളുക. മാത്രമല്ല വളരെ വിശിഷ്ടമായൊരു സമ്മാനവും ചക്രവർത്തി കൊടുത്തു. ഒരു മോതിരം, രാജകീയമായൊരു മോതിരം, രത്ന മോതിരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ശരി, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം, അത് നടന്നിരിക്കും. ഏതായാലും 6 മാസം നിങ്ങൾ ഈ കൊട്ടാരത്തിൽ താമസിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മുറിയും അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ലൂക്കാനസ് ആ മുറിയിലേക്ക് പോയി. അപ്പോൾ ചക്രവർത്തി വിചാരിച്ചു, റോമിൻ്റെ ഇവിടുത്തെ ഈ ധാരാളിത്തത്തിൽ സുഖലോലുപതയിൽ മുഴുകി കഴിഞ്ഞാൽ 6 മാസത്തിനകം ലൂക്കാനസ് മറ്റൊരാളായി തീർന്നിരിക്കും എന്ന ഒരു ഗൂഢസ്മിതത്തോടു കൂടിയാണ് ചക്രവർത്തി ലൂക്കാനസിനെ യാത്രയാക്കിയത്. അങ്ങനെ ലൂക്കാനസ് സ്വന്തം കൊട്ടാരത്തിലെ തന്നെ തൻ്റെ മുറിയിൽ വന്നു. അന്ന് രാത്രിയിൽ ഒരു വിരുന്ന് ചക്രവർത്തിയുടെ ഭാര്യ ജൂലിയ രാജ്ഞി ഒരു വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വിരുന്നിന് മുമ്പ് തന്നെ അവിടെ നടന്ന ഒരു ഗുസ്തി മത്സരത്തിൽ
പങ്കെടുത്ത 2 നല്ല വീരന്മാരെ ലൂക്കാനസ്, കാരണം അദ്ദേഹം അലക്സാണ്ട്രിയയിലെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ചികിത്സ മാത്രമല്ല അത്ലറ്റിക്സിലും അതുപോലെയുള്ള ഗുസ്തി പോലെയുള്ള എല്ലാ കായിക വിദ്യയിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. വളരെ അനായാസമായിട്ട് ആ മല്ല വീരന്മാരെ ലൂക്കാനസ് മലർത്തി അടിക്കുന്നത് ദൂരെ നിന്നുകൊണ്ട് തന്നെ ജൂലിയ രാജ്ഞി കണ്ടിരുന്നു. അന്നത്തെ വിരുന്നിലേക്ക് ലൂക്കാനസിനെയും വിളിച്ചു. അത് വളരെ മദ്യപിച്ച് മതോന്മത്തരായ ആളുകൾ നടത്തുന്ന ഒരു അഴിഞ്ഞാട്ടമായിരുന്നു അവിടുത്തെ വിരുന്ന്. ആ വിരുന്നിൽ വെച്ച് ചക്രവർത്തിനി, ഒരു വഴിപിഴച്ച സ്ത്രീയാണ് ജൂലിയ, പക്ഷേ ആരും ഇത് പുറത്തു പറയില്ല. അപ്പോൾ ലൂക്കാനസിനെ വശപ്പെടുത്താനൊരു ശ്രമം നടത്തി. അതിൽ നിന്ന് ലൂക്കാനസ് രാജ്ഞിയുടെ അഭ്യർത്ഥനയെ അവഗണിച്ച് അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ഉടനെ പ്ലോട്ടിയസ് ഇടപെട്ട അപകടമാണ്, ജൂലിയയുടെ വിരോധത്തിന് പാത്രമായ ഒരാളും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുകയില്ല, അതുകൊണ്ട് നീ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ പ്ലോട്ടിയസ് പെട്ടെന്ന് വന്ന് ലൂക്കാനസിനെ വേഷപ്രച്ഛന്നനാക്കി അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയാണ്. മാത്രമല്ല പ്ലോട്ടിയസ് തന്നെ നേരിട്ട് ചക്രവർത്തിയെ കണ്ട് കാര്യങ്ങളൊക്കെ വിശദമാക്കി. ഇങ്ങനെയാണ്. അതുകൊണ്ട് രാത്രി തന്നെ ചക്രവർത്തി ലൂക്കാനസിനെ ഇവിടുന്ന് രാജ്യഭ്രഷ്ടനാക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഉത്തരവിട്ടു. കാരണം ഈ ജൂലിയായുടെ വിരോധത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ലൂക്കാനസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പ്ലോട്ടിനസ് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പോലും പോകരുത്, രാജ്ഞിയുടെ കിങ്കരന്മാരവിടെയും എത്തും, അതുകൊണ്ട് വേഗം നാട് വിട്ടുകൊള്ളണം. അങ്ങനെ അന്ന് തന്നെ ലൂക്കാനസ് ഒരു കപ്പലിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ട ലൂക്കാനസ് ആഥൻസിലെത്തി. അവിടെ ചെറിയ തോതിലൊരു ചികിത്സയൊക്കെ അദ്ദേഹം ആരംഭിച്ചു. ഒരു ദിവസം തെരുവിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അടിമയെ അവിടെ ലേലം ചെയ്യുന്നത് കണ്ടു. അടിമയിൽ താല്പര്യം തോന്നിയ ലൂക്കാനസ് അയാളെ വിലയ്ക്ക് വാങ്ങി. അയാൾ സംസാരിക്കില്ല, പക്ഷേ എഴുതും. അപ്പോൾ പല ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഒരു മറുപടിയും കിട്ടാത്ത ആളുകൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ലൂക്കാനസ് ചെന്ന് ഇയാളെ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നത്. വളരെ ദിവസങ്ങൾ കൊണ്ട് ഇയാളിൽ നിന്ന് പല കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റി ലൂക്കാനസിന്. ഇയാൾ ഒരു ആഫ്രിക്കൻ രാജ്യത്തിലെ രാജാവാണ്. റാമൂസ് എന്നാണ് അയാളുടെ പേര്. അയാൾ തൻ്റെ കഥ എഴുതി കാണിച്ചു. അതായത് നോഹയുടെ വംശപരമ്പരയിൽപ്പെട്ട, നോഹയുടെ ശാപം കിട്ടിയ ഒരു വംശത്തിൽ പെട്ട ആളാണ്, കറുത്ത വർഗ്ഗക്കാരൻ. അപ്പോൾ തൻ്റെ ജനതയെ മോചിപ്പിക്കാൻ, ജനതയുടെ എല്ലാവരാലും അവഗണിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന തൻ്റെ ജനതയുടെ മോചനത്തിനുള്ള മാർഗം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ പല രാജ്യങ്ങളിലും അന്വേഷിച്ചു. ചെന്നിടത്തെല്ലാം അധിക്ഷേപമാണ് അയാൾക്കുണ്ടായത്. അങ്ങനെ സഞ്ചരിക്കുന്ന വഴി അയാളുടെ ദുരിത ദുഃഖങ്ങളുടെ ഇടയിൽ അയാളുടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു രക്ഷകനെ തേടിയാണ് റാമൂസ് നടക്കുന്നത്. അയാൾ തൻ്റെ കഥ ഇങ്ങനെ എഴുതി കാണിച്ചു. ഏതായാലും അതിനുശേഷം ലൂക്കാനസിൻ്റെ ഒരു അനുയായിയായി രാമസ് കൂടി. ഒരു ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു, രോഗികളെ ചികിത്സിക്കാനും മറ്റുമൊക്കെ ആയിട്ട്. അധികവും പാവപ്പെട്ട രോഗികളെ മാത്രമേ അദ്ദേഹം ചികിത്സിക്കുള്ളൂ. അങ്ങനെ ഒരു വീട്ടിൽ ചികിത്സയ്ക്ക് പോയിട്ട് വന്നപ്പോൾ നോക്കുമ്പോൾ തൻ്റെ വീടെല്ലാം തകർത്തിട്ടിരിക്കുന്നു. നോക്കുമ്പോൾ വീടിൻ്റെ ഒരു ഭാഗത്ത് രാമസ് കുത്തേറ്റ് മരണാസന്നനായി കിടക്കുന്നു. കണ്ണിലെല്ലാം കുത്തി പൊട്ടിച്ചിരിക്കുകയാണ്, കണ്ണുകൾ രണ്ടും പൊട്ടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ രാമസ് ഒരു അപശകുനമായിട്ടാണ് ആ ഗ്രാമവാസികൾ കണ്ടിരുന്നത്. മാത്രമല്ല ഈ ലൂക്കാനസിൻ്റെ വീട്ടിൽ പല ആഭിചാരങ്ങളും നടക്കുന്നുണ്ടെന്ന് ആഥൻസിലെ മറ്റ് വൈദ്യന്മാർ പ്രചരിപ്പിച്ചു. കാരണം അവരുടെയൊക്കെ ഈ പ്രതിഫലം, ആളുകൾ ലൂക്കാനസിൻ്റെ അടുത്ത് ധാരാളമായി വരുന്നത് കൊണ്ട് മറ്റു പല വൈദ്യന്മാരുടെയും ജോലി പോയി. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ വിദ്വേഷം ജനങ്ങളെ പറഞ്ഞിളക്കി. ഇയാൾ മന്ത്രവാദിയാണ്. മാത്രമല്ല രാമസിനെ പറ്റി അവിടെ വലിയ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇയാൾ നോക്കിയാൽ മറ്റിങ്ങനെ ഭ്രാന്ത് പിടിക്കും, ഇയാളൊരു വല്ല ആഭിചാരക്കാരനാണ്, ആഫ്രിക്കക്കാരനാണ്, കറുത്ത വർഗ്ഗക്കാരനാണ്. അങ്ങനെ രാമസിനെ കൊല്ലാറിട്ടിരിക്കുകയാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് ലൂക്കാനസ് വെളിപ്പെടുത്തി. അവിടുത്തെ പ്രോ കൗൺസിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ചെന്ന് കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഇങ്ങനെയുള്ള ആരോപണമുണ്ട്. ഉടനെ ലൂക്കാനസ് സീസർ കൊടുത്ത മോതിരം എടുത്ത് കാണിച്ചു. നിങ്ങൾക്ക് എന്നെ ഭയപ്പെടുത്താനാവില്ല, ഞാൻ സീസറുടെ ആളാണ്, സീസറുടെ പ്രത്യേക അധികാരമുണ്ട് എനിക്ക്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണം. അവസാനം വളരെ മനസ്സോടുകൂടി ഈ കേസ് എടുക്കാമെന്ന് കോൺസിൽ സമ്മതിച്ചു. ഏതായാലും നേരിട്ട് അന്വേഷിക്കണമല്ലോ ഈ രോഗിക്ക് അല്ലെങ്കിൽ കുത്തേറ്റെന്ന് പറയുന്ന രാമസിൻ്റെ സ്ഥിതി. അപ്പോൾ ഈ രാമസിനെ ശുശ്രൂഷിക്കുകയും അയാളുടെ കണ്ണുകൾ മരുന്ന് വെച്ച് കെട്ടുകയും ചെയ്തിരുന്നു ലൂക്കാനസ്. കാഴ്ച രണ്ടും പോയി എന്നുള്ളത് നിസ്സംശയമാണ്.
കണ്ണ് രണ്ടും കമ്പി കുത്തിക്കയറ്റിയിരിക്കുകയാണ് കണ്ണിൽ. അപ്പോൾ കൃഷ്ണമണിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ടാലും കാഴ്ച കിട്ടുകയില്ല. ഒന്നാമതെ അയാൾ ഊമയാണ്, അതിൻ്റെ കൂടെ ഇപ്പോൾ അന്ധനും കൂടിയാവുകയാണ്. ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെയാണ് കേസ്. അപ്പോൾ ഈ കണ്ണഴിക്കുന്ന ദിവസം ഈ പ്രോ കൗൺസിലും മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്നു. അഴിച്ചു നോക്കുമ്പോൾ കണ്ണിന് പഴയതുപോലെ കാഴ്ച. ഉടനെ കൗൺസിൽ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അതായത് ഈ നേരത്തെ ഇയാളുടെ കണ്ണ് പോയി എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നാട്ടുകാരെ പറയുന്നത് ശരിയാണ്, കാരണം നിങ്ങൾ മന്ത്രവാദമാണ്. ഏതായാലും നമ്മൾ ഇങ്ങനെ ഈ ലുക്കാനസിൻ്റെ ചികിത്സയിൽ ഇങ്ങനെ പലപ്പോഴും ലുക്കാനസ് അറിയുന്നില്ല, തന്നിലൂടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറപ്പെടുന്നത് ലുക്കാനസ് അറിയുന്നില്ല എന്നുള്ളതാണ്. അയാൾ അറിയാതെ തന്നെ ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. നേരത്തെ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന, അതുപോലെ പ്ലേഗ് സുഖപ്പെടുത്തുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ഈ രാമസിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ സാറ, എലാസറിൻ്റെ മകൾ സാറയുടെ ഒരു കത്ത് കിട്ടി. സാറയ്ക്കുണ്ടായ അനുഭവമാണ്. സാറ ജെറുസലേം ദേവാലയത്തിൽ പോയി. അവിടെ വെച്ച് ഒരു ചെറുപ്പക്കാരനെ, അത്ഭുതമായ തീക്ഷ്ണമായ നയനങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ആ ചെറുപ്പക്കാരൻ അവൾക്ക് കുടിക്കാൻ വീഞ്ഞു കൊടുത്തു. അത് കുടിച്ചതോടുകൂടി താൻ വലിയൊരു പരിവർത്തനത്തിന് വിധേയമായതായിട്ട് അവൾക്ക് തോന്നി. അത് വരാനിരിക്കുന്ന രക്ഷകനാണ് എന്ന് ആളുകൾ പറയുന്നു എന്നൊക്കെയാണ്. ഇങ്ങനെ ഈ ലൂക്കാനസിന് പല ഭാഗത്തു നിന്നും യേശുവിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ പൊതുവേ ഇത് ആളുകൾ ഇതൊക്കെ കേട്ടാൽ അങ്ങ് തള്ളിക്കളയും. കാരണം യഹൂദന്മാർ പൊതുവേ അന്ധവിശ്വാസികളാണ്, എപ്പോഴും രക്ഷകന്മാരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരാണെന്നാണ് മറ്റ് വിഭാഗക്കാരുടെ ഒരു വിശ്വാസം. ഇദ്ദേഹം യഹൂദനല്ലല്ലോ, ലൂക്കാനസ് യഹൂദനല്ല, അദ്ദേഹം ഒരു ഗ്രീക്ക് വംശജനാണ്. അപ്പോൾ ലൂക്കാനസ് ഇങ്ങനെ പല ദിക്കിലേക്കും ആളുകളുടെ ആവശ്യപ്രകാരം ചികിത്സയ്ക്കായിട്ട് പോകും. ഈ യാത്രകൾക്കിടയിൽ പലപ്പോഴും കപ്പലിലായിരിക്കും. പല അനുഭവങ്ങളുമുണ്ട്. ഒന്ന്, ഒരു കപ്പലിൽ വെച്ചൊരു ശതാധിപൻ തൻ്റെ ഒരു സുഹൃത്ത് ജെറുസലേമിൽ വെച്ച് ഇങ്ങനെ അത്ഭുതകരമായി രോഗത്തിൽ നിന്നും വിമുക്തനായ കഥ പറഞ്ഞു. യേശു എന്നു പേരായ ഒരാളാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് എന്നാണ് ശതാധിപൻ പറഞ്ഞത്. മറ്റൊരനുഭവം പ്രിസ്കസിൻ്റെ കത്താണ്. പ്രിസ്കസ് അപ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ രക്ഷകനായ അല്ലെങ്കിൽ വളർത്തുപിതാവായ ഡിയോഡറസിന് ഉണ്ടായ മകൻ, ആദ്യ ഭാര്യയിലുണ്ടായ മകനാണ് പ്രിസ്കസ്. ആ പ്രിസ്കസ് ഇപ്പോൾ ജെറുസലേമിലാണ്. അവിടെ വെച്ച് അദ്ദേഹം യേശുവിനെ കണ്ട കാര്യം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ഉള്ള യേശുവിനെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ലൂക്കാനസ്. ഇങ്ങനെ ഒരു കപ്പൽ യാത്രയ്ക്കിടയിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആശ്രിതനായിട്ടുള്ള രാമസ് എന്ന് പറഞ്ഞ അടിമയെ കാണാതായി. പിന്നീട് വളരെ ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ്റെ ഒരു കത്ത് കിട്ടി. ആ കത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, അയാളിങ്ങനെ അലഞ്ഞു നടന്ന് ജെറുസലേമിൽ വെച്ച് യേശുവിനെ കണ്ടു, യേശു അവനോട് സംസാരിച്ചു, അതോടുകൂടി രാമസിന് തൻ്റെ സംസാരശേഷി വീണ്ടും കിട്ടി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന്, അത് യഹൂദരുടെ പെസഹയുടെ ദിവസമാണ്, പെട്ടെന്ന് ഭൂമി മുഴുവൻ ഇരുണ്ടതായിട്ടും വലിയ ഭൂകമ്പവും ഇടിമുഴക്കവും എല്ലാം ഉണ്ടായിട്ട് വളരെ നേരത്തേക്ക് ഭൂമി മുഴുവൻ അന്ധകാരത്തിലാണ്ടതായിട്ട് ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഇതിൻ്റെ കാരണമെന്തെന്ന് ആർക്കും മനസ്സിലായതുമില്ല. ഒരിക്കലും ഇങ്ങനെ പലരുടെയും നിർബന്ധപ്രകാരം ധനികനായ ഒരു രോഗിയെ കാണാനായിട്ട്, ചികിത്സിക്കാനായിട്ട് പോയി ലൂക്കാനസ്. അവിടെ ആ രോഗിക്ക് തന്നെ ഒരു ഡോക്ടറുണ്ട്. അയാളുടെ ചികിത്സ പോരാഞ്ഞിട്ടാണ്. അടിമയായ ഒരു ഡോക്ടറുണ്ട്. അയാളുടെ ചികിത്സ തൃപ്തിപ്പെടാതാണ് ലൂക്കാനസിനെ വിളിച്ചത്. പക്ഷേ ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അയാളുടെ രോഗനിർണയവും ചികിത്സാ രീതിയും ഒക്കെ വളരെ ശരിയാണ് എന്ന് മനസ്സിലായി. മാത്രമല്ല ആ ഡോക്ടറിൽ ഒരു താല്പര്യം തോന്നിയ ഈ ലൂക്കാനസ്, അടിമയാണ് അയാൾ, അടിമയായ ഡോക്ടറാണ്, താർസസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്, അടിമയാണ്. ഈ ആർത്തി പൂണ്ട ഈ പണക്കാരനോട് വില പേശി വലിയൊരു തുക കൊടുത്ത്, ഈ സാമോസ് എന്നാണ് അയാളുടെ പേര്, ഇട്ടിരിക്കുന്ന പേര്, സ്ഥലത്തിൻ്റെ പേരാണ്, അവിടെ നിന്ന് വാങ്ങിയതുകൊണ്ടാണ് ആ പേര് അടിമയ്ക്ക്. ഈ അടിമയായി ഡോക്ടറെയും കൂടി വിലയ്ക്ക് വാങ്ങി ലൂക്കാനസ്. ഒരു ദിവസം ഇവരെന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു പാത്രമെടുത്ത് ഈ ഡോക്ടർ, ഈ അടിമയായ ഡോക്ടർ ലൂക്കാനസിന് കൊടുത്തപ്പം അയാളുടെ കൈവിരൽ ഒന്ന് വിരൂപമായൊരു കൈവിരൽ കണ്ടു. പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു, താൻ അന്വേഷിച്ച് നടക്കുന്ന ആ എലാസറിൻ്റെ മകനാണിത് എന്ന് മനസ്സിലായി. അപ്പോൾ സംസാരിച്ചപ്പോൾ അയാൾക്ക് കുട്ടിക്കാലത്തെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ ജോസഫ് ബിൻ ഗംലിയേലിനെ വിവരം അറിയിച്ചു, ഇങ്ങനെ എലാസറിൻ്റെ മകനെ കണ്ടു. ഇത്രയും കാലം ലൂക്കാനസിൻ്റെ ഒരു അന്വേഷണ വിഷയം അതായിരുന്നു, എലാസറിൻ്റെ മകനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു.
അങ്ങനെ എലാസറിൻ്റെ മകനെയും ലൂക്കാനസ് ഈ യാത്രയ്ക്കിടയിൽ കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെ പലരിൽ നിന്നായിട്ട് യേശുവിനെ പറ്റിയുള്ള വിവരങ്ങൾ കേട്ടപ്പോൾ യേശുവിനെ കണ്ടുകളയാൻ അല്ലെങ്കിൽ ഇവിടെ ജെറുസലേമിലേക്ക് പോകാനായിട്ട് ലൂക്കാനസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ കപ്പൽ കയറി കപ്പലിൽ വെച്ച് ഒരു വലിയൊരു ധനികനെ, ഹിലേൽ ബെൻ എന്നു പേരായ ഒരു ധനികനെ പരിചയപ്പെട്ടു. അയാൾ രോഗിയാണ്. അയാൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ധനികൻ ക്രിസ്തുവിൻ്റെ അനുയായി ആവാൻ ചെന്നിട്ട് നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞപ്പം തൻ്റെ വഴിക്ക് പോയൊരു ധനികനെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. ആ ധനികനാണ് ഇയാൾ. അയാൾ പറഞ്ഞു, ഞാൻ അന്ന് ആ വിളി കേട്ടില്ല, അതിൻ്റെ ദുഃഖമുണ്ട് എനിക്ക്, അതിൻ്റെ ആ വ്യഥയാണ് എന്നെ ഇന്ന് നീറ്റുന്നത് എന്ന് അയാൾ പറഞ്ഞു. ഇദ്ദേഹം കേസറിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ഇറങ്ങി. അവിടെ പ്ലോട്ടിയസ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നു. അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. പ്രിസ്കസ് രോഗിയാണ്. ഗുരുതരമായ രോഗം പ്രിസ്കസിനെ ബാധിച്ചിരിക്കുന്നു. ഇദ്ദേഹം ലൂക്കാനസ് ചെന്ന് അന്വേഷിച്ചപ്പം പ്രിസ്കസ് പറഞ്ഞു, പ്രിസ്കസിൻ്റെ മാനസിക വ്യഥയാണ്. അതായത് യേശുവിനെ കുരിശിലേറ്റിയ, യേശു എന്നൊന്നുമല്ല പറഞ്ഞത്, ഇങ്ങനൊരു നസ്രായനായ ഒരു മനുഷ്യൻ, അതിൻ്റെ മുഴുവൻ ചുമതലയും പ്രിസ്കസിനായിരുന്നു. അങ്ങനെ നിരപരാധിയായ ഒരു മനുഷ്യനെ കുരിശിലേറ്റാൻ നേതൃത്വം കൊടുത്തതിൻ്റെ വ്യഥയാണ് പ്രിസ്കസിനെ ബാധിച്ചിരിക്കുന്നത്. ഏതായാലും ലൂക്കാനസിൻ്റെ ചികിത്സ കൊണ്ട് പ്രിസ്കസിൻ്റെ രോഗം ഭേദമായി. കേസരിയായിലെ പൊന്തിയോസ് പീലാത്തോസിനെ അവിടെ വെച്ച് കാണുകയാണ്. പീലാത്തോസിൻ്റെ കേസരിയായിലെ അരമനയിൽ അതിഥിയായിട്ട് താമസിച്ചു ലൂക്കാനസും പ്ലോട്ടിയസും. അവിടെ വെച്ച് ഒരു സംഭാഷണം ഉണ്ടായി. ഇവിടെ പീലാത്തോസ് ജനങ്ങളുടെ നിർബന്ധപ്രകാരം, യഹൂദ പ്രമാണികളുടെ നിർബന്ധപ്രകാരം യേശുവിൻ്റെ അനുയായികളെ, ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന എന്നാണ്, നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ മരണത്തോടുകൂടി ഈ ശിഷ്യന്മാരെല്ലാം പല ഭാഗത്തേക്കും പിരിഞ്ഞാണ്. പ്രിസ്കസ് അതിൻ്റെ വളരെ കൃത്യമായൊരു വിവരണം കൊടുക്കുന്നുണ്ട്, യേശു എങ്ങനെയാണ് മരിച്ചത്. അന്ന് രാത്രി ലൂക്കാനസ് തൻ്റെ സുവിശേഷം എഴുതി തുടങ്ങിയെന്നാണ്. പ്രിസ്കസിൽ നിന്ന് നേരിട്ടുള്ള യേശുവിൻ്റെ കുരിശുമരണത്തെ പറ്റിയുള്ള വിവരം കിട്ടിയപ്പോൾ കുരിശുമരണത്തിൻ്റെ ഭാഗമാണ് ആദ്യം എഴുതിയത്. പിന്നീട് ബാക്കി ഭാഗം പൂരിപ്പിക്കുകയാണ്. പിന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം രചനയുടെ ആരംഭമാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിലാണ് അദ്ദേഹം തുടങ്ങുന്നത്. പന്തിയോസ് പീലാത്തോസിനോട് ലൂക്കാനസ് ആവശ്യപ്പെട്ടു, ഈ ക്രിസ്ത്യാനികളുടെ മേലുള്ള നിരോധനം നീക്കണം. തൻ്റെ മോതിരം കാണിച്ചു കൊടുത്തു, ഇത് ചക്രവർത്തിയുടെ ആളാണ് ഞാൻ. പീലാത്തോസ് പറഞ്ഞു, അത് ഈ അന്തിപ്പാസിൻ്റെ നിർബന്ധം കൊണ്ടാണ്. ഹെറോദോസ്, അന്തിപ്പാസ്. പീലാത്തോസിന് അന്തിപ്പാസിനെ തീരെ ഇഷ്ടമല്ല, അയാൾ അഴിമതിക്കാരനാണ് എന്നൊക്കെ പീലാത്തോസിന് അറിയാം. അന്നൊരു സംഭാഷണം ഉണ്ടായി. ഇവർ തമ്മിൽ ഒരു വിരുന്നിൽ വെച്ച് പീലാത്തോസ് അന്തിപ്പാസിൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യയെ കൈവശം വെച്ചതിനാണ് സ്നാപക യോഹന്നാൻ ഇടപെട്ടത്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ഒരു നിരോധനം പിൻവലിക്കുന്നതിനെതിരായി അന്തിപ്പാസ് വളരെ ശക്തമായ നിലപാടെടുത്തു. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, സീസറിൻ്റെ ഇച്ഛ നടക്കും, നിങ്ങളെ ഇവിടെ ഒന്ന് മാറ്റാൻ സീസർ ഉത്തരവായിട്ടുണ്ട്. ഏതായാലും അന്തിപ്പാസിൻ്റെ ആ ഒരു സ്ഥാനഭ്രംശത്തോടുകൂടി ആ കൂടിക്കാഴ്ച അവസാനിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് ഇവർ ജെറുസലേമിലേക്ക് പോവുകയാണ്, കേസറിയായിൽ നിന്ന്. ഈ പോകുന്ന വഴിക്കൊരു സംഭവമുണ്ട്, പീലാത്തോസും ഉണ്ടാക്കൂടെ. വഴിക്കൊരു ശവസംസ്കാരം. ഉള്ളൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യ മരിച്ചു, ആ കുട്ടിയുടെ ഭാര്യയുടെ അച്ഛനുമുണ്ട്. ഇവർ വിലപിക്കുകയാണ്. ഉടനെ ലൂക്കാനസ് അവിടെ ചെന്നു. ലൂക്കാനസ് പറഞ്ഞു, ഇവൾ മരിച്ചിട്ടില്ല, മകൾ എഴുന്നേറ്റ് വരൂ എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് വന്നു. ഇതൊക്കെ പീലാത്തോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താൻ എഴുതി തുടങ്ങിയ സുവിശേഷത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൂരിപ്പിക്കാനുള്ള അന്വേഷണ യാത്രയാണ് പിന്നീട് ലൂക്കാനസ് നടത്തിയത്. ശിഷ്യന്മാർ പലരും ഒളിവിലാണ്. ജോപ്പ എന്ന സ്ഥലത്താണ് പീറ്റർ ഒളിവിൽ താമസിക്കുന്നത്. ജെയിംസ് മുതലായിട്ടുള്ള ശിഷ്യന്മാരെ കണ്ടു. അവസാനം ബെത്ലഹേമിലേക്ക് മറിയത്തിനെ കാണാനായിട്ട് യാത്ര ചെയ്തു. മറിയത്തിനെ കണ്ടു, യേശുവിൻ്റെ അമ്മ മറിയത്തിനെ കണ്ടു. മറിയം നമുക്കെല്ലാം അറിയാവുന്ന ആദ്യ മംഗളവാർത്ത മുതലുള്ള എല്ലാ കഥകളും ലൂക്കാനസിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ലൂക്കാനസിൻ്റെ മഹത്തായ സുവിശേഷം അവിടെ ജന്മം കൊണ്ടു. ഇതാണ് ടേലർ കാഡ്വെൽ തൻ്റെ ഇതിഹാസ തുല്യമായ നോവലിൽ പറയുന്ന കഥ. വിശുദ്ധ ലൂക്കായുടെ അന്വേഷണ യാത്രയുടെ മഹിതോദാരമായ കഥ.
ക്രിസ്തുദർശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗ്രന്ഥവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.